രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒതുക്കാനാണ് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് അടുപ്പ് കൂടിയുണ്ട്. അതിൽ ഒരു കലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായി കിട്ടും. അപ്പോൾ നമുക്ക് കുളിക്കാനോ കുടിക്കാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇഡ്ഡലിക്കാണ് മാവ് ആട്ടി വെച്ചിരിക്കുന്നത്. ഇഡ്ഡലിയും ദോശയും അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഒരുമിച്ച് അരച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് നമ്മളൊരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് വേണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാന്താരി മുളക് ഉണ്ട്. അപ്പോൾ അത് പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളിയും കാന്താരി മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് നമ്മൾ കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും 2 വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് താളിച്ച് നമ്മൾ ചട്നിയിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി ചട്നി തേങ്ങയുടെ പച്ചച്ചവ് ഇഷ്ടമില്ലാത്തവർക്ക് ചട്നി ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഈ കടുകും ഉള്ളിയും ഇതൊക്കെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചട്നിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എനിക്ക് കൂടുതൽ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് ചട്നിയിലേക്ക് നമ്മൾ താളിപ്പൊഴിക്കുമ്പോഴാണ്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീൻ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഒരു മീൻ കറിയും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, സവോള, കൊടംപുളി, ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് തേങ്ങയുടെ 2ആം പാലൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മീൻ വേവിച്ചെടുക്കുകയാണ്. മീൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കട്ടിയുള്ള 1ആം പാൽ കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ നമ്മൾ തേങ്ങയുടെ കട്ടിപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്കൊരു കടുക് താളിച്ചൊഴിക്കും. അപ്പോൾ നമ്മൾ കടുകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ താളിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേപ്പിൻ്റെ ഇല ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കറിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നിട്ട്